ലീഗിന്റെ കേമത്വമെന്നും പറയേണ്ട, സ്വന്തം പേരിൽ പോലും മതം ചേർത്തുകൊണ്ട് ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ നടക്കുന്ന വർഗീയവാദികളാണ് നിങ്ങൾ. നിങ്ങൾ കപട മതേതരവാദികളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്. ഒന്നാം നമ്പർ. നിങ്ങൾ പാകിസ്ഥാൻ വാദം പറഞ്ഞ ഇവിടെ പാകിസ്ഥാൻ ഉണ്ടാക്കിയ അതേ പാർട്ടിയുടെ ബാക്കിയുള്ള ആളുകൾ തന്നെ. ഇപ്പോ ഈ സന്ദീപാർ പറഞ്ഞു കേട്ടില്ലേ, മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ നേതാക്കളാകട്ടെ അണികളാകട്ടെ അവരെ ആഘോഷങ്ങൾ കണ്ടു കഴിഞ്ഞാല് പാണക്കാട് ബോർഡ് സന്ദീപാറാണ് മെമ്പർഷിപ്പ് ലീഗിന്റെ എടുത്തേക്കെന്ന് തോന്നും. പിന്നെ UDFന്റെ ഒരു ഘടകകക്ഷി മാത്രമാണ് ഈ മുസ്ലിം ലീഗ്. കോൺഗ്രസിലേക്കാണ് ഈ സന്ദീപാർ പോയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ ആളുകളാകട്ടെ മുസ്ലിം ലീഗിന്റെ ആളുകളാകട്ടെ ഇതിലേറെ ആഘോഷിച്ച ഒരു ടൈം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അബ്ദുള്ള കുട്ടിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോയപ്പോ അന്ന് പ്രസംഗത്തില് കോൺഗ്രസിന്റെ നേതാക്കളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും അബ്ദുള്ള കുട്ടിനെ വാരിപ്പുണരണു, ചുണ്ടു കൊടുക്കണു, ചുരുട്ടണു, മടക്കണു, നീട്ടണു. അവസാനം എന്തായി? പവനായി ശവമായി എന്ന് പറയണ പോലെ അബ്ദുള്ള കുട്ടി മൂടും തട്ടിപ്പോയി. പിന്നെ BJPയിൽ സീറ്റ് കിട്ടാത്തയും കൊണ്ടാണ് ഇപ്പോ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസിലാണ് നേതാക്കന്മാരെ തല്ലാണ്. അണികൾ എവിടെയും തന്നെ കണ്ട ചിലപ്പോ വംശനാശം നേരിട്ട പോലെയാണ് കോൺഗ്രസിലൊക്കെ അണികള്. മുസ്ലിം ലീഗിന്റെ ആൾക്കാരെ ഉന്തിൻ തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് പോണത് തന്നെ. ഇനിയുള്ള കാലങ്ങൾ നമുക്ക് കണ്ടറിയാം. അതിൽ ഇനി ഒന്നും കൂടി ഒരു അധികാരമോഹിയായ ഒരു വ്യക്തിയും കൂടി വന്നു ചേർന്നാല് കോൺഗ്രസിന്റെ അവസ്ഥ കുറച്ചും കൂടി ദയനീയമായിരിക്കും. നമുക്ക്